ഇന്നലെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് കുറേ കുട്ടി സഖാക്കന്മാർ ചില വണ്ടികൾ അടിച്ച് നശിപ്പിക്കുന്നതും അവിടെ വലിയ രീതിയിൽ ഗുണ്ടായിസം കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ്. എന്നിട്ട് സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്ന ആളുകളാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ ആരും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ നേതാക്കന്മാരുടെ മക്കൾ എന്തുകൊണ്ട് ഈ സംഘടനാ പ്രവർത്തനത്തിൽ തങ്ങളോടൊപ്പം അടികൊള്ളാൻ വരുന്നില്ല, അല്ലെങ്കിൽ ജയിലിലേക്ക് പോകാൻ വരുന്നില്ല? ഇവരൊക്കെ എവിടെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഈ സൂചിപ്പിച്ചത്. ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാണ് എന്നുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ SFIയുടെ ശിവപ്രസാദിന് തല്ലുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്നതും മറ്റ് രണ്ട് കൈ ഒടിഞ്ഞിട്ട് കാണാൻ പോകുന്ന നേതാക്കളെ നമ്മൾ കണ്ടു. ശിവൻകുട്ടി ഇവരുടെ ഒപ്പം ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കമന്റ് ബോക്സിൽ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങ് പേടിച്ചു പോയി എന്ന് പറയണേ വടശ്ശേരി ദാമോദരൻ മകൻ സതീശനോട് പറഞ്ഞേക്ക് ഞങ്ങൾ പേടിച്ചു പോയി. അങ്ങനെ ഈ പ്രകോപനപരമായ പലതും കണ്ടു. ഈ നമ്മുടെ ശിവൻകുട്ടിയുടെ പോസ്റ്റിന്റെ താഴെയാണ് ഈ കമന്റുകൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടത്. താങ്കളുടെ മകൻ എവിടെയാണ് സർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹത്തിൻ്റെ മകൻ പുറത്തെവിടെയോ പഠിക്കുകയാണ്. PhD ഇപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ മകന് ഈ പറഞ്ഞ സമരത്തിന് പോയി തല്ലുകൊണ്ടിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലൊരു ഒരു ടേബിൾ കാണുന്നത്. അതിനകത്ത് പിണറായി വിജയന്റെ മകന്റെയും മകളുടെയും, തോമസ് ഐസക്കിന്റെ മകളുടെയും, ബിനോയ് വിശ്വത്തിന്റെ മകന്റെയും, അങ്ങനെ ഈ തലമുതിർന്ന നേതാക്കളുടെ എല്ലാം മക്കളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം പഠിച്ചത് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ആണ്. ഇവിടെയൊന്നും ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ട് പോലും ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയ ഹിസ്റ്ററി ഒന്നും ഇവർക്ക് ആർക്കും പറയാനില്ല. അപ്പോൾ ഈ ന്യായം അങ്ങോട്ട് വെക്കുമ്പോൾ ഈ സഖാക്കന്മാർ തിരിച്ചു ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് മികച്ച പഠനം നേടണമെന്ന് അവർക്ക് തോന്നി, അവർ പോയി എന്നൊരു ന്യായീകരണം അവർ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് പറയാൻ സാധിക്കുക? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നതും ഗവൺമെന്റ് കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ എന്നാ പോയി തല്ലുകൊണ്ടിട്ട് പാർട്ടിയെ വളർത്താൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അത് മാത്രമല്ലല്ലോ, അവിടേക്ക് പഠിക്കാൻ വരുന്ന പിണറായി വിജയന് അത്രയ്ക്കൊരു ഗഡ്സ് ഉണ്ട് തൻ്റെ മക്കളെ പുറത്തു വിടാനും, അല്ലെങ്കിൽ ഐസക് ജോർജിനാണെങ്കിൽ പോലും തൻ്റെ മക്കളെ വിദേശ രാജ്യങ്ങളിൽ വിട്ടു പഠിപ്പിക്കാനുള്ള പാങ്ങ് ഈ നേതാക്കന്മാർക്കെല്ലാം ഉണ്ട്. അവർ ഇത്രയും വർഷത്തെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അവർ നേടി തൻ്റെ മക്കളെയൊക്കെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള ആസ്തിയുണ്ട് ഇവർക്കെല്ലാം. പക്ഷെ ആ ആസ്തി ഇല്ലാത്ത ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർ അവരുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്നു. അപ്പോൾ അവർ കേരളത്തിലെ ഓരോ ക്യാമ്പസുകൾ, സർക്കാർ വിദ്യാലയങ്ങളെല്ലാം വന്നിട്ട് ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം പോകുമ്പോൾ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായും. ഈ കോളേജുകളിൽ പൊളിറ്റിക്സ് വേണ്ടെന്ന് ഒരിക്കലും പറയുന്നവരല്ല നമ്മൾ ആരും. എല്ലാ കോളേജുകളിലും പൊളിറ്റിക്സ് വേണം, പൊളിറ്റിക്കൽ പാർട്ടീസ് വേണം, അവരുടെ യൂണിറ്റുകൾ വേണം, കൃത്യമായ ഇലക്ഷൻ നടക്കണം, കൃത്യമായ ഒരു യൂണിയൻ രൂപീകരിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. എന്തിന്? അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിനാണ്. അത് മാത്രമല്ല, ഒരു വ്യക്തി രൂപപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളുടെയും കടന്നുപോയതിനു ശേഷമാണ്. ഇപ്പോൾ ചില ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാ ആളുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരെ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ വലിയ രീതിയിൽ നിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളെ എടുത്തു കഴിഞ്ഞാൽ പോലും ഇവരെല്ലാം ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നിട്ടുള്ള പല ആളുകളാണ്. അല്ലെങ്കിൽ ക്യാമ്പസിൽ കൃത്യമായിട്ട് അവർക്കൊരു മേൽക്കൈ സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു. അത് സമരങ്ങൾ മാത്രമല്ല, നാടകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ ഇവന്റുകളിലൂടെ ആളുകളെ ആകർഷിക്കുന്ന ആളുകളായിരുന്നു. അതെ, ഇപ്പൊ ഞാനും രാഹുലും ആണെങ്കിൽ പോലും പഠിച്ച കലാലയങ്ങളിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി നിന്നിട്ടുള്ളവരാണ്. പക്ഷെ ഓപ്പോസിറ്റ് ചേരിയിലുള്ളവരോട് പോലും ബഹുമാനം തോന്നിയിട്ടുള്ള വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഈ പറഞ്ഞ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലരും മുന്നോട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അതിനെല്ലാം അഭിനന്ദിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഈ മുതിർന്ന നേതാക്കളുടെ ആഹ്വാനം കേട്ട് ഇറങ്ങിത്തിരിക്കുന്നിടത്താണ് തെറ്റ് സംഭവിക്കുന്നത്. ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല, അവർക്ക് കൃത്യമായിട്ടൊരു ബോധ്യം വേണം തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സമരത്തിന് പോകുന്നത്. ഇന്ന് സമരങ്ങൾ ഒരു കോപ്രായമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വെറുതെ സമരങ്ങൾ,
അത് സമരം നടത്താൻ വേണ്ടി മാത്രം സമരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ഇത്രയും ആളുകളുണ്ട്. ഏത് ക്യാമ്പസുകളിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോളേജ് തുറന്നോ സമരങ്ങളായിരിക്കും. ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 2 ആഴ്ചക്കാലം സമരങ്ങളോട് സമരങ്ങളായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ വിദ്യാർത്ഥികൾ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് സമരം ചെയ്യാനുള്ള കെൽപ്പുണ്ട്, ഞങ്ങൾ ഇത്രയും ആളുകളുണ്ട്. ശക്തി പ്രകടനമാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തെ സമരങ്ങൾ എന്ന് പറയുന്നത് വെറും ശക്തി പ്രകടനങ്ങൾ മാത്രമാണ്, വെറും കോപ്രായങ്ങൾ മാത്രം. എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ നടത്തുന്നതെങ്കിൽ നമുക്ക് പറയാം ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ സമരം ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ആ സമരം ചെയ്ത് അത് നേടിയെടുക്കുക കൂടി വേണ്ടേ? ഇപ്പോൾ ഓരോ ക്യാമ്പസുകളിലാണെങ്കിൽ പോലും സമരങ്ങൾ ചെയ്ത് നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ആർട്സും സ്പോർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇതെല്ലാം യൂണിയൻ പോലും സമരങ്ങൾ നടത്തിയാണ് ഉണ്ടായെടുത്തത്. അപ്പോൾ ഓരോ ക്യാമ്പസുകളിലും ഓരോ ക്ലാസ് മുറികൾ ഉണ്ടാകുമ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുന്നത് പോലും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല വിഷയങ്ങളും ഇപ്പോൾ ഒരെണ്ണം സമരം നടത്തിയിട്ടാണ് കേരളത്തിൽ ക്യാമ്പസുകളിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള കൺസെഷൻ ഉള്ളത്. അപ്പോൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. സമരങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ സമരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നത് എന്താണ്? സമരം ചെയ്യാൻ വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ചെയ്തത് എന്താണ്? ആ വിദ്യാർത്ഥികൾ ചെയ്തത് എന്താണ്? വലിയ നാശനഷ്ടമാണ്. അവരെന്താണ് ചെയ്തത് എന്നുള്ളതിന്റെ ബോധ്യം, ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്താണ്. ഒരച്ഛൻ പോസ്റ്റ് ഇടുന്നു, എൻ്റെ മകനില്ലാത്ത പെരുന്നാൾ എന്ന് പറഞ്ഞ്. പക്ഷേ ഇനി ആ മകന്റെ ഭാവി എന്താണെന്ന് ആ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? ഡൽഹിയിൽ പോകേണ്ടി വരും. അതെ ഇപ്പൊ രോഹിതേട്ടൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതിൽ ഇവരൊക്കെ അവിടെ പോയി മൊഴി കൊടുക്കേണ്ട ഹിന്ദിയിൽ പറയാൻ പറ്റുമോ? അതുപോലെ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് ആയതുകൊണ്ട് പറയുകയാണ്, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ പറയുന്ന സമരങ്ങൾക്ക് SFIക്കാരെ കൊടുക്കേണ്ടി വരുന്ന കോളേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു കുഞ്ഞ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ പോയാലോ എന്നിങ്ങനെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറയായിരുന്നു, അവിടെ നമ്മൾ മുൻനിരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ പോലും വെറുതെ ക്ലാസ്സിലിരുന്നാൽ സമരത്തിന് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെയ്ഡ് നടന്ന സ്ഥലത്ത് ഒരു പ്രതിഷേധം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഫോം ചെയ്യുകയാണ്, ഒരു മോബ് ഫോം ചെയ്യുകയാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മോബ് ഫോം ചെയ്യുന്നു. അതിൽ ഒരാൾ ഒരു തീപ്പൊരി വിട്ടാൽ മതി, ഇതിങ്ങനെ കണ്ടീജിയസ് ആയിട്ട് എല്ലാവരിലേക്കും ഈ പ്രഷർ വരികയും ഇവരെല്ലാവരും ഈ അക്രമാസക്തമായ രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതിൽ നിന്ന് ഒരു പ്രവർത്തകൻ അടിക്കട എന്ന് പറഞ്ഞാൽ പോയി അടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഈ മോബ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പ്രശ്നങ്ങളെല്ലാം. അവിടെ നിന്ന് ആരെങ്കിലും ഒരാളെ ഇപ്പോൾ ഒരു പോലീസുകാരനെ തല്ലി, പോലീസുകാരനെ തല പൊട്ടി ചോരയൊലിച്ചു, വലിയ വിഷയമായിട്ട് മാറും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവർക്കെതിരെ കേസ്, ഇതിന് ശേഷമാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴൊന്നും ഇവർ അനുഭവിക്കത്തില്ല. ഈ കേസ് വർഷങ്ങളോളം നീളും. ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ട A റഹീമോ V ശിവൻകുട്ടിയോ ആരും ഈ കേസ് നടത്താനുള്ള പണം കൊടുക്കുകയോ കൂടെ പോയി നിൽക്കുകയോ വീട്ടിൽ ആളില്ലാത്തപ്പോൾ അവരുടെ ഒരു 5 വർഷത്തിന് ശേഷം ആലോചിച്ചു, ഇവരെല്ലാം ജോലിക്ക് പോകുന്ന ടൈം ആയിരിക്കും. അപ്പോഴാണ് ഡെയിലി ഇത്തരത്തിലുള്ള കോടതിയിലേക്ക് വരണം. പല ആളുകളും പല വഴിക്ക് പോകും. ചിലരൊക്കെ ക്ലിയറൻസ് ഒപ്പിച്ച് ചിലപ്പോൾ വിദേശത്ത് രാജ്യത്ത് പോകും. അപ്പോൾ ഇത് കേസ് നടത്തണമെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ചു വരാൻ ഇവരെ ആരെയും കിട്ടത്തുമില്ല. അപ്പോൾ ഈ കേസുകൾ ഇങ്ങനെ നീളും. ഓരോ പ്രാവശ്യം വരുമ്പോഴും വക്കീലിന് കാശ് കൊടുക്കണം. ഈ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആര് സംരക്ഷിക്കും? ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരള സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ സർക്കാരുകൾ മാറി വരുമ്പോൾ ഈ കേസുകൾ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിക്കളയാം. സർക്കാരുമായിട്ടുള്ള കേസുകളാണെങ്കിൽ സർക്കാർ വരുമ്പോൾ അത് തള്ളിക്കളയാം. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള കേസാണ്. ഇത് ഇവരെങ്ങനെ തള്ളിക്കളയും? ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരാണ്. നേരിട്ട് കേന്ദ്ര സർക്കാരുമായിട്ടാണ് ഇപ്പോൾ വിഷയം വന്നിട്ടുള്ളത്. ഈ കേസിന് നേരിട്ട് കേന്ദ്ര സർക്കാരാണ് വാദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസുകാരെ ആക്രമിക്കുകയാണെങ്കിൽ അത് 5 വർഷം കഴിഞ്ഞ് അടുത്ത ഭരണസമിതി വരുമ്പോൾ ആ കേസ് എങ്ങനെയെങ്കിലും തള്ളിക്കളയാം, കോഷ് ചെയ്ത് കളയാം. ആ ഉദ്യോഗസ്ഥന് പരാതിയില്ലെങ്കിൽ കോഷ് ചെയ്ത് കളയാം. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ ഇവിടെ CPM കേന്ദ്രം പിടിക്കേണ്ടി വരും. പ്രധാനമന്ത്രിയായിട്ട് CPMന്റെ ആരെങ്കിലും വരേണ്ടി വരും ഇത്തരത്തിലുള്ള കേസുകൾ തള്ളിക്കളയണമെങ്കിൽ. സംസ്ഥാനത്ത് പോലും പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത CPM എങ്ങനെയാണ് രാഹുൽ കേന്ദ്രത്തിൽ? ഇതാണ് അതിന്റെ വിഷയം. ഇപ്പൊ ഇത് അവിടെ നടന്നുള്ള ഇ ആക്രമിക്കുന്ന ഒരു സംഭവം, ഇത് ഡയറക്റ്റ് ആയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലല്ലോ അതിൽ വരുന്നത്, കേന്ദ്ര സർക്കാരാണ് വരുന്നത്. അപ്പൊ ആ കേസ് വാദിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും ആ വിദ്യാർത്ഥികളും തമ്മിലാണ് ആ വിഷയം വരാൻ പോകുന്നത്. അതിന് വാദിക്കണമെങ്കിൽ ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യം വരും.
ഈ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കേസ് നടക്കുന്നത്. അന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എത്ര ദിവസം അയാളുടെ ജോലി മാറ്റി വെച്ചിട്ട് വേണം പോകാൻ? ഇതിന്റെ ഭവിഷ്യത്തുകളാണ്. ഒരു നല്ലൊരു ജോലിയിലേക്ക്, സർക്കാർ ജോലിയിൽ കയറാൻ പറ്റത്തില്ല, പ്രവേശിക്കാൻ പറ്റത്തില്ല, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ, പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്നത്. അത് ഇന്നല്ല അനുഭവിക്കാൻ പോകുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർ ഇതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്.